ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഡിസംബർ 14. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദ ഗിഫ്റ്റ് ഓഫ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ സമ്മാനം. ഇതിനാസ്പദമായി എടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 6 അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 20 to 23. ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പാപത്തെ ജയിക്കുക, അതിലൂടെ നിത്യജീവൻ പ്രാപിക്കുക. എങ്ങനെ നമുക്ക് പാപത്തെ ജയിക്കാം? പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ നമുക്ക് പാപത്തെ ജയിക്കാം. 20 വാക്യത്തിൽ നാം വായിക്കുന്നു, നാം നമ്മെ തന്നെ പാപത്തിന് സമർപ്പിച്ചപ്പോൾ എന്ത് ഫലം നമുക്കുണ്ടായി? നാം ലജ്ജിതരായി തീരുകയും അതിൻ്റെ അവസാനമോ മരണമത്രേ. 22 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ഇപ്പോൾ നമ്മെ തന്നെ നീതിക്ക് ദാസന്മാരായി സമർപ്പിച്ചപ്പോൾ പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനും ആണ്. ഇങ്ങനെ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കയാൽ ഓരോ പ്രാവശ്യവും നാം പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട് നോ എന്ന് പറഞ്ഞ് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിനായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായി നാം അനുസരിക്കുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന കാര്യമാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം ചെന്നവസാനിക്കുന്നത് നിത്യജീവനിലാണ്. 23 വാക്യത്തിൽ നാം വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, എന്നാൽ നാം ദൈവത്തെ അനുസരിച്ചാൽ ഒബേ ഗോഡ് ആൻഡ് കണ്ടിന്യൂസ്ലി ഒബേ ഗോഡ്. അപ്പോൾ നമുക്ക് ദൈവം ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ. അതിന് നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ദാനമായ ആ നിത്യജീവൻ നമുക്കും പ്രാപിക്കാം.